മിഡിൽ ഫിംഗർ പൊക്കി കാണിച്ചുകൊണ്ട് ജാസ്മിന് നേരെ ചീത്ത വിളിച്ചുകൊണ്ട് സിബിൻ ഒരു വമ്പൻ പണിപാളി ഇരിക്കുകയാണ്. പെട്ടിരിക്കുകയാണ് സിബിന്. ഇത്രയും ദിവസവും നല്ല രീതിക്ക് സിബിൻ്റെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയി. സംഭവം കുറേ മാനിപ്പുലേഷനും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും നല്ല രീതിക്ക് കണ്ടന്റ് ഉണ്ടാക്കുകയും ഗെയിം കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. പക്ഷേ സിബിൻ്റെ ഈ സംഭവം മിഡിൽ ഫിംഗർ പൊക്കി F***K എന്ന് പറയുന്ന ചീത്ത വിളിക്കുന്ന ഒരു ജസ്റ്റർ സിബിൻ കാണിക്കുകയുണ്ടായി. ആ ഒരു സംഭവം സിബിനെ എടുത്തിട്ട് അലക്കി വീട്ടുകാര്. ജാസ്മിൻ അത് വെച്ച് കളിയും തുടങ്ങി. ഓൺ ദ ഫ്ലോറിൽ ജാസ്മിനുണ്ട്. സിബിൻ എന്തായാലും പെട്ടു. എന്തായാലും ലാലേട്ടൻ വരുമ്പോഴത്തേക്കും സിബിന് ലാലേട്ടനുമായി നീ കേസ് സംസാരിക്കുമ്പം വഴക്ക് കിട്ടും. കാരണം സിബിൻ ഇതിൻ്റെ പേരിൽ ഒരു ശിക്ഷയും കൊടുക്കണ്ട, ആരും ഒന്നും ചോദിക്കുകയും വേണ്ട, ഞാൻ ഒന്നും പറയുന്നുമില്ല. എന്തിനാണ് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ്റെ വായി ഞാൻ നേരിട്ട് വാങ്ങിപ്പിച്ച് കൊടുത്തോളാം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് ജാസ്മിൻ നിൽക്കുന്നത്. അത് സൂപ്പർ ആയിരിക്കും. കാരണം ലാലേട്ടൻ്റെ വായി നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ജാസ്മിൻ ഇരിക്കുന്നത്. ജാൻമണിയെ പബ്ലിക്കായിട്ട് അർജുൻ 9 എന്ന് പറയാതെ പരാമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി ഒരു ജെൻഡർ കാർഡ് ഇറക്കുന്നതാണോ അതോ അർജുൻ ശരിക്കും അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ ജാൻമണി വിളിച്ച ആ സംഭവത്തിനെ ഒരു ജെൻഡർ കാർഡാക്കി മാറ്റി ഇറക്കി കളിക്കുന്നുണ്ടോ? അടുത്ത് സിബിൻ്റെ നല്ല പിള്ള ഗെയിം അത് എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. സിബിന് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. വാണിംഗ് കൊടുത്തു. സിബിൻ്റെ കയ്യിൽ നിന്ന് പോയി സംഭവം. സിബിന് അറിയാതെ പറ്റിയതാണ്. ഓക്കെ, അറിയാതെ പറ്റിയതാണ്. പക്ഷേ കയ്യിൽ നിന്ന് പോയി. അതാണ് ബിഗ് ബോസ് വീട്. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവരാൻ ഭയങ്കര മെനക്കെടാണ്. അതിനുശേഷം ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു. ജയിലിൽ നോറയും ജാസ്മിനുമാണ് പെട്ടിരിക്കുന്നത്. നോറയും ജിൻഡോയുമായിട്ടുള്ള യുദ്ധങ്ങൾ തുടരുകയാണ്. ജിൻഡോയുടെ അടുത്ത് ഗ്രഡ്ജ് നോറ വെച്ചിട്ടുണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ നോറ ജിൻഡോക്ക് എഗെയിൻസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് ഗ്രഡ്ജ് കൊണ്ടുവന്നത്. തുടക്കത്തിലുള്ള നോറയിൽ നിന്നും ഒത്തിരി മാറ്റമുണ്ട്. കാരണം തുടക്കത്തിലുള്ള നോറയാണെങ്കിൽ ഗ്രഡ്ജ് മാത്രമാണ് ലക്ഷ്യം, അവരെ തകർക്കുക. ഇപ്പോൾ ഉള്ള നോറ അങ്ങനെയല്ല. കുറച്ച് പ്ലാനിങ്ങുകളുണ്ട്. അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ ചെയ്യണം, അവരെ ഇങ്ങനെ വെട്ടിവീഴ്ത്തണം എന്നൊക്കെയുള്ള പ്ലാനിങ് നോറയുടെ നന്നായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ജിൻഡോക്ക് എഗെയിൻസ്റ്റ് ഇപ്പോഴങ്ങനെയാണ് നോറ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജിൻഡോയുടെ ഗെയിം ഫ്ലോയിൽ പോകുന്നുണ്ടെങ്കിലും മറ്റ് പലരൊക്കെയോ ജിൻഡോയെ സ്വാധീനിക്കുന്നുണ്ട്. ഈ പറയുന്ന സിബിൻ, സായി, അഭിഷേക്, ശ്രീകുമാർ ഇവരുടെയൊക്കെ വള്ളത്തിലെ ഒരു ഒരു യാത്രക്കാരനായിട്ട് ജിൻഡോ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജിൻഡോയുടെ ഗെയിമിൽ നേരിയ ഇടിവുണ്ട്. പക്ഷേ ജിൻഡോ കയറി വരുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇങ്ങനെ മണ്ടനായിട്ട് നിൽക്കുമെങ്കിലും ജിൻഡോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ കത്തും. ക്യാപ്റ്റൻസി നോമിനേഷൻ ഉണ്ടായിരുന്നു. ശ്രീതു, നന്ദന, പിന്നെ ആരായിരുന്നു? ജിൻഡോ. ഇവർ 3 പേരുമാണ് ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മുടെ നന്ദനയും അഭിഷേക് ജയദീപും കൂടി വീട്ടുകാരെ വിളിച്ചും നാട്ടുകാരെ വിളിച്ചും 2 പേരോട് അടി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം ഒരു അലമ്പി വാരിയ ഡേ ആയിരുന്നു ഇന്നത്തെ ഡേ. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ഏപ്രിൽ 19-ാം തീയതിയിലെ ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൻ്റെ ഡേ 40ൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം പോകുന്നതിന് കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ആകാത്തവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ ആഘോഷം നിറഞ്ഞേ ഈ പാട്ടോട് കൂടി വീട് ഉണരുകയാണ്. ഫസ്റ്റ് തന്നെ ജാൻമണിയുടെ ഇഷ്യൂ ആണ് വരുന്നത്. ഫുഡ് കഴിക്കാനായിട്ട് അർജുൻ ഇരിക്കുന്നു, തൊട്ടപ്പുറത്ത് ജിൻഡോ ഇരിക്കുന്നു, ജാൻമണി ഇരിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് ആരോ കമന്ന് നടക്കുന്നു, റസ്മിനാണെന്ന് തോന്നുന്നു. അപ്പോഴും അർജുൻ ചോദിക്കുകയാണ്, പൂരി വേണോ ജിൻഡോ ചേട്ടാ? എനിക്ക് പൂരി വേണ്ട, ഞാൻ 8 എണ്ണം കഴിച്ചു. അപ്പോൾ അർജുൻ പറയുന്നത്, ഒന്നും കൂടി കഴിച്ച് 9 ആക്കുന്നു. അപ്പോൾ 9-നൊന്ന് സ്ട്രൈൻ കൊടുത്ത് അർജുൻ പറയുന്നുണ്ട് 9 ആക്കുന്നു. അപ്പോൾ ജാൻമണി തൊട്ടപ്പുറത്തിരിക്കുകയാണ്. അപ്പോൾ ജാൻമണി ഇത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ജിൻഡോ വേണ്ട 9 മറ്റതാ എന്നിങ്ങനെ ഇത്രയും പറയുന്നുണ്ട്. വേണ്ടടാ അത് മറ്റതാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ടോപ്പിക് ഇവിടെ കഴിയുവാണ്. പിന്നീട് ജാൻമണി ജിൻഡോയുടെ അടുത്ത് സ്മോക്കിംഗ് റൂമിൽ പോയി നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എനിക്ക് ജിൻഡോ ചേട്ടാ എനിക്കിത് ഭയങ്കര ബസ്സുമായി. അപ്പം ജിൻഡോ പറയണേ, എടാ അവൻ അറിയാത്ത രീതിയിൽ നിന്നൊന്ന് തട്ടിയതാണോ? നീ മറ്റുള്ളവരോട് പറഞ്ഞോ ഈ സംഭവം? അവന് എന്നാലും ഒരു ബോധമില്ല ജാനു. അപ്പോൾ ജാനു പറയണേ, ജിൻഡോ ചേട്ടാ അത് പറഞ്ഞു തൊട്ട് ശരിയല്ല. അവനക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അങ്ങനെ നിൽക്കുന്ന ഒരാളില്ല. അവനക്ക് അങ്ങനെ പറയാണ് അർജുൻ അങ്ങനെ വേർഡ് പറയില്ല ഞാൻ. അപ്പം എനിക്കിത് ഇന്ന് മനസ്സിലായ കാര്യം, 9 വേണമോ എന്ന്, അല്ലെങ്കിൽ ഒരെണ്ണം കൂടെ തന്ന് 9 ആക്കണമോ എന്ന് അർജുൻ ചോദിച്ചു. അപ്പം ജിൻഡോ പറഞ്ഞു വേണ്ട അത് മറ്റതാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അർജുൻ തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ ജിൻഡോയും തെറ്റുകാരനാണ്. ഈ പറയുന്ന ജാൻമണി ഇവർക്ക് 2 പേർക്കും എതിരെ പറയേണ്ടി വരും. കാരണം അർജുൻ 9 ആക്കട്ടെ എന്നുള്ളൊരർത്ഥത്തിൽ ചോദിച്ചു എന്ന് പറയാം വേണമെങ്കിൽ. ഇതേ ജിൻഡോ വേണ്ട അത് മറ്റതാണ് എന്നുള്ള രീതിക്കാണ്. അപ്പം
തെറ്റ് പറയാനാണെങ്കിൽ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റാണ്, മനസ്സിലായില്ലേ? പക്ഷെ ജാൻമണി ആർക്ക് അഗേൻസ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ? അർജുൻ അഗേൻസ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ ജിൻഡോയുടെ അടുത്ത്. പക്ഷെ പൊതുവായിട്ട് പറയുമ്പോഴും ജിൻഡോ എന്ന് പറയുന്ന പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ അവിടെ ജാൻമണിക്ക് സുഖമായിട്ട് ജിൻഡോയുടെ അഗേൻസ്റ്റ് നിന്ന് കളിക്കാമായിരുന്നു, അത് യൂസ് ചെയ്യുന്നില്ല. ലിവിംഗ് റൂമിൽ വരുന്നു, ലിവിംഗ് റൂമിൽ മീറ്റിങ്ങിന് വിളിച്ചിരുന്നിട്ട് ജാൻമണി പറയാണ്, എനിക്ക് വളരെ ഒരു കാര്യമില്ല അവരോട് പറയുന്നുണ്ട്, എല്ലാവരോടും സമാധാനമായിട്ട് ഇരുന്ന് കേൾക്കണം, എനിക്ക് വളരെ ഹർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നുണ്ട്, അടുക്ക് ഇതിവിടെ കുറിച്ച് ഞാൻ അങ്ങോട്ട് പറയുന്നതിനെ കുറിച്ച് തിരിച്ചിങ്ങോട്ട് എനിക്ക് ഡിസ്കഷൻ ഒന്നും ആവശ്യമില്ല. എല്ലാ മലയാളികൾക്കും അറിയാം ഇത് ഏത് നമ്പറാണെന്നുള്ള കാര്യം എല്ലാ മലയാളികൾക്കും അറിയാം. ഏത് 9ന്റെ കാര്യമാണ്, നമ്പർ പറയുന്നില്ല, ആ നമ്പറിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരാൾ ആ കാർഡ് ഈ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് റിയലി ഹെൽപ്ഫുള്ളാണ്. ഞാൻ എല്ലാവരുടെ കൈ കാല് പിടിച്ച് ഞാൻ ചോദിക്കുന്നത് ആ കാര്യം ഇനി ഇവിടെ പറയണ്ട, ആ കാര്യം ഞാൻ നമ്മുടെ കാര്യം നമ്മളിവിടെ പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതാണ് എല്ലാവരുടെ കൈ കാല് പിടിച്ച് വെക്കുന്നത്, ആ കാര്യം നമുക്ക് വിടാം. നമ്പറിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഹാർട്ട്ഫുള്ളായി, ഒരാളങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് ആരാണ് പറഞ്ഞത് ജാനു? അത് ആരാണ് പറഞ്ഞത്? ഇനി ഞാനിവിടെ പേര് പറയുന്നില്ല, ഞാനിവിടെ ആരും പേര് പറയില്ല. അപ്പം ആരാണ് ജാനു പറഞ്ഞത്? പറയൂ ആരാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ജാനു പറയണത് ഞാനത് പറയുന്നില്ല, ആരുടെ പേരാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നില്ല, ആടെയാണ് ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനിവിടെ ഒറ്റയ്ക്കിട്ട് കളിക്കാൻ തന്നെ വന്നത്, നിങ്ങൾ ഒരുപാട് വർഷം മുമ്പ് ഞാൻ ഇവിടെ കളി തുടങ്ങിയത് തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കാപ്പടനാമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇനി ഇത് ഹാർട്ട്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം, ആരാണ് ഞാൻ പറഞ്ഞുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ജാൻമണി പറയാണ്. അപ്പം നോറ, ഇനിയാണോ നിങ്ങൾ പറഞ്ഞത്? ഇനിയാണോ പറഞ്ഞത്? ഇവർ എൻ്റെ മുഖത്ത് നോക്കി എന്നെ ചൂടിയിലല്ലേ പറഞ്ഞത്? അപ്പം ഇനിയാണോ പറഞ്ഞത്? അപ്പോൾ എല്ലാവരും വന്നിട്ട് നോറ നിന്നെ പറഞ്ഞെന്ന് പറഞ്ഞോ? അല്ല ഇവരെന്താ പറയുന്നത്? ഇന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് ഇവർക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ എന്ത് പറഞ്ഞു ഞാൻ അങ്ങനെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആരെയാണ് ഇവർ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവില്ല, ആരെയാണ് ഇവർ പറഞ്ഞത്? നോറ ചോദിക്കുകയാണ്. അപ്പം ജാസ്മിൻ പറയണം, ആരാണെന്നുള്ള കാര്യം ഇവർ പറഞ്ഞിട്ടില്ലല്ലോ, എനിക്കറിയണം ആരെയാണ് പറഞ്ഞതെന്ന് ഇവർ അറിയണം. ഇവർ നേരെ എൻ്റെ മുഖത്ത് നോക്കിയിരുന്നു നോറ ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയണം. കുറച്ച് കഴിഞ്ഞിട്ട് ജാൻമണി വരുന്നു. നോറ വായു ഉകാടാ ആംഗ്രി, നീ എൻ്റെ ഇങ്ങനെ ദശ പിടിച്ചിരിക്കുന്നു. അവൻ നോറ പറയണത്, എന്നെ ചൂണ്ടിക്കാട്ടിയല്ലേ നിങ്ങൾ അങ്ങനെ സംസാരിച്ചത്? എന്നെ ചൂണ്ടിക്കാട്ടിയാണ് സംസാരിച്ചത്. അപ്പം ജാസ്മിൻ പറയണത്, എനിക്കിപ്പോൾ അറിയണം, പറ ആരാണ് അങ്ങനെ പറഞ്ഞത്? തെറ്റാണ്. അപ്പം ഋഷി പറഞ്ഞു, എടി നീ എന്താണ് ഇത്ര ദേഷ്യപ്പെടുന്നത്? അപ്പം ഉടനെ സിബിൻ അങ്ങോട്ട് വരുന്നു. എടി ആ പറഞ്ഞത് തമാശയ്ക്കാണെങ്കിലോ? തമാശയല്ല, ആ പറഞ്ഞത് സീരിയസ് ആണ്. എന്താ നിങ്ങൾക്ക് തമാശയാണോ? സൗകര്യമില്ല അടി പറയാം, നിൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിബിൻ അവിടെ നിന്ന് പോകുന്നു. ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തുന്നു. അപ്പോൾ ജാസ്മിൻ എല്ലാവരും ഇപ്പം സിബിനും ജാസ്മിനോട് ഒരു വഴക്ക് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ വിളിക്കുന്നുണ്ട്, ഷോഫ് അവൻ്റെ ഒടുക്കത്തെ ഷോഫ്, എന്ത് വേസ്റ്റ് സിബിനെ പറയണം, വേസ്റ്റിരുന്ന് ചിലയ്ക്കുന്നു. അപ്പോൾ സിബിൻ ഇങ്ങനെ ഇവിടത്തുള്ള ദേഷ്യത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ സോഫയിലൊക്കെ ഇങ്ങനെ ഇടിച്ചിരിച്ചിരുന്നിട്ട് ജാസ്മിൻ്റെ ദേഷ്യം കാണിക്കാൻ ചീത്ത വിളിക്കാൻ പറ്റില്ലല്ലോ, വാണ്ട് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് കൈ ഇങ്ങനെ വെക്കുന്നു. പക്ഷെ അത് നമ്മുടെ എപ്പിസോഡിൽ കട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ എപ്പിസോഡിൽ കുറേ അന്ന് റോക്കിയുടെയും ഈ പറയുന്ന സിജോയുടെയും അടി ഇഷ്യൂ ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷമാണല്ലോ കേസൊക്കെ പലരും ഫയൽ ചെയ്തത്. അതുകൊണ്ട് ഈ വക സാധനങ്ങൾ ഒന്നും ഇപ്പം ടെലികാസ്റ്റ് ചെയ്യൂല, കട്ട് ചെയ്യും. പക്ഷേ ഈ സാധനം പറഞ്ഞെന്നുള്ള കാര്യം അവിടെ കാണിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ സിബിൻ ഇങ്ങനെ കൈ വെക്കുന്നുണ്ട്, കൈ വെച്ചിട്ട് ഈ 2 വിരലിങ്ങനെ മടക്കി അപ്പുറത്തെ ഒരു വിരലും കൂടെ മടക്കുമ്പോൾ ആങ്ങി ആവുമല്ലോ, മിഡിൽ ഫിംഗർ മാത്രം പൊക്കുന്ന രീതിയിൽ ഇങ്ങനെ ലെവലിലോട്ട് ആവും. അപ്പോൾ മിഡിൽ ഫിംഗർ പൊക്കുന്ന ലെവലിലോട്ട് ആയി ജാസ്മിൻ ഇങ്ങനെ കവളിൽ വെച്ചുകൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ എന്താണെന്ന് പറഞ്ഞത്? എന്താ നീ ഇപ്പം കാണിച്ചത്? ജാസ്മിൻ ചാടി ഇരുന്നൊക്കെയാണ്. അപ്പോൾ ജയദീപ് പറയണ, യു ആർ റോങ് ബ്രോ, ദാറ്റ് വാസ് ആക്ച്വലി റോങ് എന്ന് പറയാണ്. അപ്പോൾ സിബിൻ പറയാണ്, ഞാൻ അങ്ങനെ കാണിച്ചൊന്നുമില്ല. എന്തിനാ കാണിച്ച്? ഞാൻ ഒന്നും കാണിച്ചില്ല, പയ്യ മെഴു വേണേ, ഞാൻ ഒന്നും കാണിച്ചില്ല. അപ്പോൾ ഉടനെ ജാസ്മിൻ, ഞാനത് കണ്ടതാണ് ഞാനത്. ശബ്ദമൊന്നും എടുക്കാൻ പറ്റില്ല ജാസ്മിൻ. അപ്പോൾ സിബിൻ പറയാണ്, സോറി, ഞാനങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ സോറി, കാണിച്ചു, എൻ്റെ കൺട്രോൾ തെറ്റിയപ്പോൾ ഞാൻ കാണിച്ചതാണ്, എനിക്ക് നിന്നെ ചീത്ത വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ അറിയാതെ വന്നു പോയതാണ്, സോറി എല്ലാം പറഞ്ഞിട്ട് സോറി പറഞ്ഞാലോ? സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീരോ? മലയാളികൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, സിബിൻ കാണിച്ചത് തെറ്റ് തന്നെയാണ്. മിഡിൽ ഫിംഗർ പൊക്കാൻ പാടുള്ള കാര്യമല്ല. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് നാദറ പൊക്കിയ കാര്യം. റനീഷയ്ക്കെതിരെ ഇതുപോലൊരു സംഭവം നടന്നു. പക്ഷേ അതിൽ ലാലാട്ടെ ക്വസ്റ്റ്യൻ ചെയ്തെന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ പോലും ഇല്ല. അപ്പം ഈ സാധനം തെറ്റ് തന്നെയാണ്. അത് ആരുടെ നേരത്ത് കാണിച്ചു കഴിഞ്ഞാൽ എത്ര തെറ്റ് കഴിഞ്ഞാലും അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ജാസ്മിൻ അതിനെ പിടിച്ച് ഇമോഷണലാക്കി പിടിച്ച് വെച്ചിട്ട് അങ്ങനെ കാണിച്ചു, അങ്ങനത്തെ ആളാണോ ഞാൻ, അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കും. അപ്പോൾ സിബിൻ സോറി പറയുന്നു. പക്ഷേ ജാസ്മിൻ എന്താ പറയുക, അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിഗ് ബോസ് പറയാണ്, നിങ്ങളോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, സെൻസിബിളായിട്ടുള്ള വിഷയങ്ങൾ, ഇവിടെ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യരുത്. കാരണം എനിക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റൂലേ, കേസാവേ, നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാവണ ഭാഷ പറ, അടികൂടിക്കോ തല്ലുകൂടിക്കോ സൂക്ഷിക്കണം എന്നെല്ലാം പറയുന്നു. അതിനുശേഷം പൂജ പറയാണ്,
സിബിൻ യൂസ് ചെയ്തത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. സോ സിബിൻ എന്തായാലും ശിക്ഷ കൊടുത്തിരിക്കും. അപ്പോൾ സിബിൻ പറയാണ് ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ജാസ്മിനോട് മാപ്പ് ചോദിക്കുന്നു, ഓഡിയൻസിനോട് മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ ജാസ്മിൻ പറയാണ് പിന്നെ ഈ സോറി ഇയാൾ എന്തിനാണ് ഇപ്പോൾ സോറി പറഞ്ഞത്? എൻ്റെ അടുത്ത് നേരെ സോറി പറഞ്ഞു അല്ല, ഇയാൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് സിബിനോട് ആദ്യം നിങ്ങൾ എന്താ കാണിച്ചതെന്ന് പറഞ്ഞ് ജാസ്മിൻ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും കാണിച്ചില്ല എന്നാണ് സിബിൻ പറഞ്ഞത്. റോങ് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ രണ്ടാമത് അപ്പം തന്നെ സിബിൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ സിബിൻ അപ്പം തന്നെ ഒരു നിലപാടില്ല എന്നുള്ള കാര്യം അവിടെ വ്യക്തമാവുന്നുണ്ട്. പിന്നീട് സിബിൻ പവർ റൂമിൽ പോയിരുന്നിട്ട് ഋഷിയുടെ അടുത്തും ജാൻമണിയുടെ അടുത്തും ശരണ്യ അടുത്തും ഒരു വേർഡ് പറയുന്നുണ്ട്. എനിക്കത് കേട്ടപ്പോൾ തോന്നി അരിയും തിന്ന് നമ്മുടെ ട്രിവാൻഡ്രത്ത് പറയുന്നൊരു ഭാഷ അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് വീണ്ടും പട്ടിക്ക് തന്നെ മുറുമുറുപ്പ് എന്ന് പറയും. അതുപോലത്തെ ഒരു സ്വഭാവം ഈ സിബിൻ പറഞ്ഞു. സിബിൻ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, സിബിൻ്റെ അല്ല ആരാണ് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അവർ പറയുന്നത് തെറ്റ് തന്നെയാണ്. ഇങ്ങനെ FSR ആ ചീത്ത വിളിക്കാൻ പാടില്ല മിഡിൽ ഫിംഗർ പൊക്കിയിട്ട്. അപ്പം സിബിൻ പവർ റൂമിൽ പോയിരുന്നിട്ട് പറയണം ഇനി അവളുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല, അവൾ ഈ പരിപാടിയിൽ ഉണ്ടെന്നേ എനിക്കില്ല, അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ ഞാൻ ഇടപെടില്ല, അവൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഞാൻ കഴിക്കില്ല, അതെ എനിക്ക് വേണ്ട, വേറെ ആണെങ്കിലും എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതി, അവളെ നോമിനേഷൻ പോലും ഞാൻ അവളെ ചെയ്യൂല, എനിക്ക് ഒന്നിനും എനിക്ക് താല്പര്യം, എനിക്ക് മതിയായി, ഇങ്ങനെ ഒരാളെ എൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇവിടെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കിയാൽ മതി, എനിക്കിഷ്ടമല്ല, അയ്യോ ഇതോടുകൂടി എനിക്ക് മതിയായി. ഞാൻ ചോദിക്കട്ടെ, ജാസ്മിൻ ആണോ സിബിൻ്റെ നേരെ ഇങ്ങനെ ഈ മിഡിൽ ഫിംഗർ പൊക്കിയത്? അങ്ങനെയാണെങ്കിൽ സിബിന് പറയാം അയ്യോ ഇങ്ങനത്തെ ഒരാളോട് എനിക്ക് കാണാൻ വേണ്ട കേൾക്കാൻ വേണ്ട, സിബിനല്ലേ അങ്ങോട്ട് പോയി പൊക്കി. അതാണ് ഞാൻ പറഞ്ഞത്, അരിയും തിന്നു ആശാരിച്ചയും കഴിച്ചു എന്നിട്ടും പട്ടിക്ക് തന്നെ വീണ്ടും വീണ്ടും മുറുമുറുപ്പ്. ആ ഒരു പഴഞ്ചൊല്ല് പറയുമ്പോഴാണ് സിബിനാണ് മൊത്തം ചെയ്തു വെച്ചത്. എന്നിട്ട് സിബിൻ തന്നെ അയ്യോ എനിക്ക് കണ്ടുകൂടെ എനിക്ക് കാണണ്ടേ എന്നുള്ള ലെവലിൽ സിബിനല്ലേ കാണിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ബിഗ് ബോസ് എല്ലാവരും എനിക്ക് ലിവിംഗ് റൂമിൽ വെച്ച് പറയുന്നത് സിബിൻ പാലിക്കേണ്ട നിയമങ്ങൾ എന്താണെന്ന് തനിക്കറിയാം, തർക്കങ്ങളാവാം വിമർശനങ്ങളാവാം, ഇത് തനിക്കുള്ള താക്കീതാണ്, കർശന നടപടി ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എടുക്കുന്നതാണ്. ശ്രീ മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നീടുള്ളത് ജയിൽ നോമിനേഷനാണ്. ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് പറയാം, ഗ്രൂപ്പായിട്ട് കുറേ ആൾക്കാരുടെ പേര് കണ്ടു വെച്ചിട്ടുണ്ടാവും, അങ്ങനെ നിങ്ങൾക്ക് പറയാം. ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ, മോശം പദപ്രയോഗം നടത്തുന്നവരും, നിലവാരമില്ലാത്ത പെരുമാറ്റമുള്ളവരും, അച്ചടക്കം ഇല്ലാത്തവരും, അങ്ങനത്തെ ആൾക്കാർ വേണം പറയാനെന്ന് പറയുന്നു. ഡയറക്റ്റ് ആയിട്ട് എല്ലാവരും പവർ റൂമിലുള്ള എല്ലാവരും കൂടെ നോറയുടെ പേര് പറയുന്നു. എല്ലാവരും അവരവരുടെ ജോലിയൊക്കെ നോക്കുന്നതിന് നോറ മാത്രം നോക്കുന്നില്ല. ജാസ്മിൻ അൻസിബയുടെ പേര് പറയുന്നു. പല ആൾക്കാർക്ക് പല ന്യായം. ശ്രീരേഖ ജാസ്മിൻ്റെ പേര് പറയുന്നു. എല്ലാവരും ഭയങ്കര കാര്യമാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കാര്യമാണ്. പക്ഷേ ഈ ജാസ്മിൻ പറയുന്ന കുറേ കാര്യങ്ങൾ ശരിയല്ല. അടുത്ത് നമ്മുടെ അൻസിബ വരുന്നു. ഞാൻ ഗബ്രിയുടെ പേര് പറയണം, കാരണം ഗബ്രി കുറച്ച് ജയിലിൽ കിടക്കേണ്ട കാര്യമുണ്ട്. അടുത്ത് നോറ വരുന്നു. ഞാൻ ജാസ്മിൻ്റെ പേര് പറയുന്നു, കാരണം ആ ജാസ്മിനെ പ്രൊവോക്ക് ചെയ്ത സമയത്ത് ജാസ്മിൻ കാല് കയറ്റി ഇരിക്കാൻ പോയി സോഫയിൽ. അടുത്ത് ജയദീപ്, ഞാൻ ഗബ്രിയുടെ പേര് പറയുന്നു, ഡിസ്റെസ്പെക്റ്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വേർഡ്. സായി, ഞാൻ ജാസ്മിൻ്റെ പേര് പറഞ്ഞു, കാല് കയറ്റി വെച്ച് സോഫയുടെ മുകളിൽ ഇരുന്നത്. ജിൻഡോ, ഞാൻ ഗബ്രിയുടെ പേര് പറയുന്നു, മോശമായിട്ടുള്ള വേർഡ് എന്ന് പറയുന്നു. അങ്ങനെ ജാസ്മിനും നോറയാണ് ജയിലിൽ പോകാനായിട്ട് തീരുമാനിച്ചു വെച്ചിട്ടുള്ള ആൾക്കാർ. പിന്നീട് നോറയും സായായിട്ടുള്ള സംസാരമാണ്. നോറ പറയാണ്, ജാൻമണി എന്ന് പറയുന്ന പേര് ഞാൻ പറയുമ്പോൾ എൻ്റെ നേർക്കാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ചേച്ചി ചോദിച്ചു, ജാൻമണി ചേച്ചി അന്നേരം എന്നെ ഇവിടെ ഒരാൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നോറ അത് നീയാണോ എന്ന് ചോദിച്ചു. എനിക്ക് അന്നേരം മിണ്ടാൻ പറ്റിയില്ല. ഞാൻ എന്തെങ്കിലും കാര്യം എനിക്ക് ഒറ്റ കാര്യം മിണ്ടാൻ വയ്യ. ഞാൻ മിണ്ടിക്കഴിഞ്ഞാൽ എല്ലാം എന്നെ പിടിച്ച് ഗ്രഡ്ജിലാക്കും. ആ വ്യക്തി കാരണം ഞാനിപ്പോൾ സെക്കൻഡ് ടൈമാണ്, ജാൻമണി കാരണം ഞാനിപ്പോൾ സെക്കൻഡ് ടൈമാണ് ജയിലിൽ പോകാൻ പോകുന്നത് എന്നിങ്ങനെ പറയാണ്. പിന്നീട് അഭിഷേക് ജയദീപ് നോറയും കൂടെ ഇടിക്കുകയാണ്. അപ്പോൾ അഭിഷേക് ജയദീപ് പറയാണ്, നീ അനാവശ്യക്കാരെ സംസാരിച്ചാണ് നോറ ഇപ്പോൾ ജയിലിൽ പോകാൻ പോകുന്നത്. അപ്പോൾ നോറ പറയാണ്, ഇത് കൊള്ളാം, എനിക്ക് പിന്നെ റിയാക്ഷൻ പാടില്ലേ? അപ്പോൾ അഭിഷേക് ജയദീപ് പറയാണ്, നോട്ട് യു ഓൺലി, ജാസ്മിനും നീ മാത്രമല്ല അനാവശ്യം, അവളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അഭിഷേക് ജയദീപ് പറയണം, 24/7 പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിൻ്റെ ന്യായങ്ങളൊക്കെ അവരൊക്കെ അറിയാം, സമാധാനമായിട്ടിരിക്കേ. അപ്പോൾ നോറ പറയാണ്, അല്ല അടിയുണ്ടാക്കാൻ നിനക്ക് ആളെ കിട്ടാത്തതുകൊണ്ടാണോ ജയദീപ് നീ എൻ്റെ അടുത്തോട്ട് വരുന്നത്? ജയദീപ് പറയണേ, യു ആർ മൈ ഫ്രണ്ട് നോറ, ഐ ലൈക്ക് യു ബട്ട് യു ഡോണ്ട് ലൈക്ക് മീ. യാ ഐ ഡോണ്ട് ലൈക്ക് യു. നിനക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കണേ നീ അത് പറ, ഞാൻ പിന്നെ നിൻ്റെ സംസാരിക്കില്ല. എനിക്ക് സംസാരിക്കണടാ, നീ എൻ്റെ സംസാരിക്കണ്ട. ഓക്കെ, ഇനി ഞാൻ നിൻ്റെ ഒറ്റ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ ജയദീപ് ഇറങ്ങി പോകുന്നു. പിന്നീട് ക്യാപ്റ്റൻസി ടാസ്ക്കാണ് വരുന്നത്. ഇതിൻ്റെ നോമിനേഷൻ പ്ലസ്സിലാണെന്ന് ഞാൻ പറയാം. ശ്രീതുവും ജിൻഡോയും നന്ദനയാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ. നമ്മുടെ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് ഒരു പെഡസ്റ്റൽ ഫാൻ ഉണ്ട്, 3 പെഡസ്റ്റൽ ഫാൻസ് ഉണ്ട്. ഓരോ പെഡസ്റ്റൽ ഫാൻസിനകത്തും 6 കപ്പുകൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് കപ്പ്, നമ്മൾ വെള്ളം കുടിക്കുന്ന പ്ലാസ്റ്റിക് കപ്പുകൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു വരയുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ടേബിൾ ഫ്രണ്ടിലുണ്ടാവും. ബോളുകൾ എറിഞ്ഞ് ടേബിളിൽ കുതിപ്പിച്ചുകൊണ്ട് ഈ ഫാനിൽ കെട്ടി വെച്ചിരിക്കുന്ന ഈ കപ്പിൽ വീഴ്ത്തുക. ഫാനാണെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. 3 പേര് ഒരേ സമയമാണ് ടാസ്ക് ചെയ്യേണ്ടത്. 10 ബോൾ ആരാണോ ആദ്യം വീഴ്ത്തുന്നത് അവരാണ്
വിന്നർ. അങ്ങനെ ശ്രീതു 10 വീഴ്ത്താണ്. സൂപ്പറായിട്ട് അതിമനോഹരമായിട്ട് ശ്രീതു വീഴ്ത്തുന്നു. ജിൻഡോ കുറച്ചൊക്കെ വീഴ്ത്തുന്നു. നന്ദനയും 1-2 വീഴ്ത്തുന്നു. അങ്ങനെ ഭയങ്കര പാടാണ്. പക്ഷേ ശ്രീതുവിന് അതിൻ്റെ നേക്ക് കിട്ടുന്നു. ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സായിയും സിബിനും ഗബ്രിയുണ്ട്. ഓരോരുത്തർക്കും ഓരോ ആൾക്കാർ വീതം. അടുത്ത് സിബിൻ പോയി ഗബ്രി നീ എന്നെ സഹായിച്ചു, നന്ദി. അപ്പോൾ ജാസ്മിൻ പറയണ എടി നിൻ്റെ മൈൻഡും അവൻ്റെ ഫിസിക്കും കൂടെ ആയപ്പോഴാണ് സെറ്റ് ആയത് കേട്ടാ. നിനക്ക് പിന്നെ ഭയം വന്നില്ല, അപ്പുറത്ത് ഒരുത്തരനോട്ട് ഇപ്പുറത്ത് ഒരുത്തരനോട്ട് എന്നുള്ള ഭയം നിനക്ക് വരാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ നിൽക്കുന്നത്. അടുത്ത് ഗോൾഡ് വിന്നറിൻ്റെ ഒരു സ്പോൺസർ ടാസ്ക്കാണ്. അത് കഴിയുന്നു, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. രാത്രി ജാസ്മിനും നോറയും ജയിലിലാണ്. അവർക്ക് മുത്ത് കോർത്ത് മാല ഉണ്ടാക്കി കൊടുക്കണം. കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും 19 മാല വീതം 19 മാല മൊത്തം ഉണ്ടാക്കണം. പണിയെടുക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ക്യാപ്റ്റൻ വന്ന് നോക്കണം എന്നും ടാസ്ക് ലെറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഗബ്രി അപ്പോൾ ക്യാപ്റ്റൻ ഉറങ്ങാൻ പറ്റത്തില്ല, ക്യാപ്റ്റൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം അവർ പണിയെടുത്തോ എന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് ദേഷ്യം അതെന്താണെന്ന് വെച്ചാൽ ജിൻഡോടെ ഉറക്കം കളയണം. അതിനാണ് ഗബ്രിയുടെ ശ്രമം. അത് ജാസ്മിൻ ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഗബ്രി അങ്ങനെ ഒരു നീക്കത്തിലോട്ട് പോയത്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ജാസ്മിൻ പറയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ജയിൽ തുറക്കുന്നു. ഫുഡ് കൊടുക്കാൻ വേണ്ടി ജയിൽ തുറക്കുന്ന സമയത്ത് ജാസ്മിന് ഗബ്രി ജയിലിൽ കയറുന്നില്ല, എത്തി നിന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. ആരെ? ജാസ്മിനെ. നടുക്ക് ജിൻഡോ നിൽക്കാൻ ആഹാരം കൊണ്ടുവന്നത്. അപ്പം ജാസ്മിൻ ഉടനെ ജിൻഡോരെ പറയാണ്, നടുക്ക് കയറി നിന്നിട്ട് കാര്യമില്ലാതായി പോയല്ലോ അളിയാ. എന്നെയാണോ നീ ഉദ്ദേശിച്ചത്? എന്താണ് നീ പറഞ്ഞോ? ജിൻഡോ ചോദിക്കാണ്. നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലേ മനുഷ്യ എൻ്റെ മണ്ടയിൽ കയറാൻ? കണ്ടന്റ് ഒന്നും കിട്ടിയില്ലേ? നിങ്ങളിതുകൊണ്ട് എൻ്റെ മണ്ടയിൽ കയറുവാണോ? പിന്നീട് അതിനുശേഷം നോറ പറയണം എനിക്ക് പനീർ വേണം കേട്ടോ, പനീർ. അപ്പോൾ ജാസ്മിൻ പറയണം എനിക്കും വേണം പനീർ. പവർ റൂമിൻ്റെയാണ് എങ്കിൽ എനിക്ക് വേണ്ട എന്ന് ജാസ്മിൻ പറയുന്നു. പവർ ടീമിൻ്റെ ആണെങ്കിൽ എനിക്ക് വേണ്ട. അതിനുശേഷം ഗബ്രി പനീർ കൊണ്ട് കൊടുക്കുന്നു. നോറ അത് കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നു. ജാസ്മിൻ പിന്നീട് ഇവിടെ നിൽക്കുന്ന രീതിയാണോ പലർക്കും ഇവിടെ പുറത്തുള്ള രീതിയിൽ ഫ്രണ്ട്ഷിപ്പുകൾ. അപ്പം നോറ പറയാണ് എങ്കിലെന്തിന് നമ്മൾ ബോധരേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ജാസ്മിൻ പറയാണ് തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം. നോറ പറയാണ് ബട്ട് ഒരുമിച്ച് ഗെയിം കളിക്കണമെന്ന് ഇവിടെ ഉള്ളവരെ പലർക്കും തോന്നി. റിലേഷൻഷിപ്പ് ആണെന്നാണ് എനിക്ക് നിങ്ങളുടെ കാര്യം കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾ ഒരുമിച്ച് ഗെയിം കളിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത്. നിനക്ക് ഒരു സോൾമേറ്റ് ഉണ്ടെന്ന് നീ മുമ്പ് പറഞ്ഞില്ലേ? അപ്പോൾ ജാസ്മിൻ പറയാണ് എൻ്റെ മൈൻഡിന് ക്ലാരിറ്റി ഇല്ലടാ. എന്താണ്? എനിക്കൊരു കാര്യം ക്ലാരിറ്റി ഉണ്ട്, എൻ്റെ മൈൻഡിന് ക്ലാരിറ്റി ഇല്ല നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ. അതാണ് എനിക്ക് ക്ലാരിറ്റി ഉള്ള ഏക കാര്യം. അപ്പോൾ നോറ പറയണം ഞാനിവിടെ കഷ്ടപ്പെട്ട് വന്നിട്ട് ആദ്യത്തെ 2 ആഴ്ച തന്നെ ഫസ്റ്റ് ടാസ്കിൽ തന്നെ നീ എന്നെ ഇമോഷണൽ വീക്കാണെന്ന് പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും എന്നെ അതാണ് പറയുന്നത്. ഞാൻ വലിയ സ്റ്റാർ ഒന്നുമല്ല. നീ കോൺട്രവേഴ്സീസിലൂടെ വന്ന് നിനക്ക് ഭയങ്കര സപ്പോർട്ടുണ്ട്, നീ എവിക്ഷനിൽ നിന്ന് സേവ് ആയി. എൻ്റെ കാര്യം അതുപോലെയല്ല. അതിൻ്റെ പേരിൽ ഇപ്പോഴും നീ കാരണം നോമിനേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ പറയണം അപ്പോൾ നീ വിക്ടിം കാർഡ് കളിക്കുന്നതെന്ന് ഇവിടെ പലരും പറയുന്നതോ? അത് ഞാൻ പറഞ്ഞിട്ടാണോ? എടി നീ ദേഷ്യപ്പെടാതെ പറഞ്ഞ നോറ. അപ്പോഴേ നിൻ്റെ ഒരു നാച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിങ്ങനെ പറഞ്ഞ് ജാസ്മിൻ തുടങ്ങും. അപ്പം നോറ പറയണം നീയാണോ ഇതിൻ്റെ നാച്ചർ തീരുമാനിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം മാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ മാലയൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജിൻഡോ വന്നിട്ട് പറയാണ് ഇതെന്ത് ബാക്കി ഇത്രയും നൂല് തുമ്പറ്റം വരെ നിങ്ങൾ മുത്ത് കോർത്തിട്ടുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയണം എടോ നമ്മളാണ് വീട്ടുകാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളത്, തൻ്റെ ഗിഫ്റ്റ് അല്ലല്ലോ. തൻ്റെ ഗിഫ്റ്റാണോ? അല്ല. താൻ പോയി കണക്ക് പഠിക്കടോ ഷൊട്ടെ പോയി കണക്ക് പഠിക്കേ എന്നുള്ള കാര്യം ജാസ്മിൻ ജിൻഡോയുടെ അടുത്ത് പറയുകയാണ്. അപ്പം നോറ പറയാണ് ഇതിന് എന്തിന് മാറ്റം വരും? ഇവൻ്റെ കുറേ വിറ്റിയൊക്കെ കേൾക്കാൻ വേണ്ടി ചിരിക്കാൻ കുറേ ആൾക്കാർ. അപ്പോൾ ജാസ്മിൻ പറയാണ് ഷൊട്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാൻ വേറെ കുറേ ഷൊട്ടകൾ. അപ്പോൾ ജിൻഡോ പിന്നീട് ഗബ്രി ജയിലിലേക്ക് കയറി. അപ്പോൾ ജാസ്മിൻ പറയാണ് താൻ കണ്ടോടോ ഷൊട്ടെ, തൻ്റെ കണ്ണിൽ തേങ്ങ ഇരിക്കണോ? അപ്പോൾ ജിൻഡോ പറയണേ അതെ. ലാലേട്ട് വരുമ്പോൾ ഞാൻ പറയും നോക്കിയോ ഗബ്രി ജയിലിൽ കയറി അറിയും തന്നെ. ലാലേട്ട് വരുമ്പോൾ നീ പാടിയുടെ മുറ്റേ കള്ള ചക്കടേ എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നു. അപ്പോൾ ജിൻഡോ പറയാണ് അതിനുള്ള ശിക്ഷ അവന് കൊടുക്കും. ശിക്ഷ നേരെ പറയാൻ പഠിക്കുമോനെ. ജാസ്മിനും ജിൻഡോയും കൂടെ അങ്ങനെ കുറേ സംസാരം. പിന്നീട് ജാസ്മിൻ ജിൻഡോ അടുത്ത് പറയാണ് എൻ്റെ ആങ്ങളെ ആയിരുന്നേൽ പാസ്റ്റ് സെൻസാണ് ഞാൻ പറയുന്നത്, അടിച്ച് ഞാൻ ശരിയാക്കിയേനെ. പെണ്ണിനെ എങ്ങനെ ബഹുമാനിക്കണം, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെ പറയണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ഗെയിം കളിക്കണം എന്നൊക്കെ ഞാനൊരു അടി കൊടുത്ത് പറഞ്ഞേനെ. പാസ്റ്റ് സെൻസാണേ പാസ്റ്റ് സെൻസ്. എന്നെ കാലടിച്ച് തിരിച്ചേനെ, കാലെ വരി അടിച്ചേനെ എന്നൊക്കെ പറഞ്ഞ പോലെയാണ്, അല്ലാതെ വേറൊന്നും അല്ലേ. അപ്പോൾ ജിൻഡോ പറയാണ് ഞാനൊരു കരിഞ്ഞ മത്സ്യകന്യകനല്ലേ. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മത്സ്യകന്യകൻ എന്ന് ജിൻഡോയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്കറിയില്ല, എപ്പിസോഡിൽ പറഞ്ഞാണ്. ഞാനിപ്പോൾ 5-6 ദിവസം കൊണ്ട് ലൈവ് കാണാറില്ലല്ലോ. അപ്പോഴേ ജാസ്മിൻ പറയാണ് തലയ്ക്കകത്ത് തൻ്റെ ആൾ താമസം ആരെങ്കിലും ഉണ്ടോ? തലയ്ക്കകത്ത് വല്ല ആൾ താമസം ഉണ്ടോടോ? വാടകക്കാരെ 2 പേരെ പറഞ്ഞു വിടാം, അങ്ങനെയെങ്കിലും കുറച്ച് വിവരം വെക്കട്ടെ. അപ്പോൾ ജിൻഡോ പറയാണ് നീ മാല ഓർക്ക്, അവിടെ ഇരുന്ന് മാല ഓർക്ക്. അപ്പോൾ ജാസ്മിൻ പറയാണ് ആണുടെ മുത്തേ, ആണുടെ ചക്കരേ എന്നെല്ലാം ചോദിക്കുന്നു. പിന്നീട് ജാസ്മിൻ ഋഷി എടുത്ത് പറഞ്ഞു ഋഷി നിനക്കെങ്കിലും എന്നോട് സ്നേഹമില്ല ഉണ്ടാവുമെന്ന് ഞാൻ കരുതി, നിനക്കും എൻ്റെ അടുത്ത് സ്നേഹമില്ല. നീ കൂടെ എന്നെ വെറുക്കുന്നു. ഐ ലവ് യു ഋഷി. എന്നാലും നീ എൻ്റെ അടുത്ത് തിരിച്ച് പറ ഐ ലവ് യു ടു എന്ന്, അല്ലെങ്കിൽ എൻ്റെ ഹേറ്റ് യു എന്നെങ്കിലും പറയടാ മോനെ.
അപ്പോൾ ഋഷി പറയാം ഞാൻ നിന്നെ കളിയാക്കിയതല്ല, അതെനിക്ക് അറിയാമല്ലോ, നീ എന്നെ കളിയാക്കിയതല്ല. ജാസ്മിൻ പറയണം എന്നെ കളിയാക്കുന്നവരെ മാത്രമേ ഞാൻ തിരിച്ച് കളിയാക്കാറുള്ളൂ എന്ന് ജാസ്മിൻ പറയുന്നു. പിന്നീട് ജാസ്മിനും ജിൻഡോ ആണ് വീണ്ടും ജാസ്മിൻ നമ്മുടെ സിബിൻ മാറി ദൂരെ ഇരിക്കുകയാണ്. സിബിൻ ജയിലിൽ കിടന്നാണ് പറയുന്നത്, എടോ താൻ ഇവിടെ കാണിക്കുന്നതൊക്കെ നല്ല ഗുഡ് പ്ലേ ആണ്, ശരിയാണ്, താൻ കാണിക്കുന്ന ഓരോന്നിനും തനിക്ക് കിട്ടാൻ പോണേ ഉള്ളൂ, വൃത്തികെട്ട മാനിപ്പുലേഷൻ. താൻ എൻ്റെ അടുത്ത് എന്തെല്ലാം പറഞ്ഞു, ഒരു തുള്ളി വൃത്തി കാണിക്ക്, എന്തൊരു ശല്യമാണിത്, തന്നെ തരം താഴില്ലടോ ഞാൻ, തൻ്റെ ഇത്രയും തരം താഴില്ല, വേറെ ഒരാളെ പോലെയും ഞാൻ തരം താഴില്ല ജിൻഡോയെ പറ്റി. ഇത്രയധികം തനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഇതിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കണം കേട്ടോ, മിനിമം ഗട്ട്സ് കാണിക്കണം, പിന്നെയും നല്ല കുത്തേണ്ടത്. പിന്നീട് ജാസ്മിനും ഗബ്രിയും കൂടി ജയിലിൽ കിടന്നിട്ട് ആറ്റ ഉമ്മ കെട്ടിപ്പിടുത്തമൊക്കെ പറയുന്നു. പിന്നെ പ്ലസ്സിൽ കാണിക്കുന്നത് പവർ ടീമിന് യൂണിഫോം വേണം എന്ന് നമ്മുടെ ഫാൻസ് ഓൺ ഹോട്ട്സ്റ്റാറിലെ ക്വസ്റ്റ്യൻ്റെ ഉത്തരവായിട്ട് എല്ലാവരും യൂണിഫോം ഒരുപോലെ ഇടാൻ പോകുന്നു. അതിനുശേഷം മോർണിംഗ് ടാസ്ക് ആണ്. ഈ വീടിനെ വീടായിട്ട് കാണുന്നവർ ഇപ്പോഴും ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെ അഭിനയിക്കുന്നവർ ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. റസ്മിൻ അപ്സര വീടായിട്ട് കാണുന്നു, ജിൻഡോ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് കണ്ട് അഭിനയിക്കുന്നു, നോറ വീടായിട്ട് കാണുന്നു, നോറ പറയുന്നത് ശരണ്യ വീടായിട്ട് കാണുന്നു, ജിൻഡോ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് കണ്ട് അഭിനയിക്കുന്നു. ജിൻഡോ പറയുന്നത് റസ്മിൻ വീടായിട്ട് കാണുന്നു, നോറ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് കണ്ട് അഭിനയിക്കുന്നു. കാരണം നോറ ലാലേട്ടനെ വിളിച്ചുകൊണ്ട് പോയി ഇവിടെ വന്ന സമയത്ത് കുറേ അഭിനയമൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് റസ്മിൻ പറയാണ് വളച്ചൊടിക്കാൻ ഈ ജിൻഡോയെ കഴിഞ്ഞേ ഉള്ളൂ. അപ്പം നോറ പറയാണ് അറിയാതെയാണ് ഞാൻ വന്ന് ഈ ലാലേട്ടനോട് ഇരുന്നത്. അപ്പം അയാൾ എന്താ പറഞ്ഞേ ജിൻഡോയ്ക്ക് ആരെ വേണേലും എന്തെങ്കിലും പറയാം, കുറേ പേരാണ് സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതിനുശേഷം ക്യാപ്റ്റൻസി നോമിനേഷനാണ്. ജിൻഡോ നന്ദനയുടെയും ശ്രീതുവിൻ്റെയും പേര്, സിബിൻ ശ്രീതുവിൻ്റെയും ജിൻഡോയുടെയും പേര്, ഋഷി നന്ദനയുടെയും ജിൻഡോയുടെയും പേര്, പൂജ ശ്രീതുവിൻ്റെയും ജിൻഡോയുടെയും പേര്, ജാൻമണി നന്ദനയുടെയും ജിൻഡോയുടെയും പേര്, ശരണ്യ ശ്രീതുവിൻ്റെയും നന്ദനയുടെയും പേര്, അപ്സര സായിയുടെയും നന്ദനയുടെയും പേര്, റസ്മിൻ ശ്രീതുവിൻ്റെയും അപ്സരയുടെയും പേര്, ഗബ്രി നന്ദനയുടെയും ശ്രീതുവിൻ്റെയും പേര്, അർജുൻ അഭിഷേക് ജയദീപിൻ്റെയും ശ്രീതുവിൻ്റെയും പേര്, അഭിഷേക് ശ്രീകുമാർ നന്ദനയുടെയും ജിൻഡോയുടെയും പേര്, സായി നോറയുടെയും ജിൻഡോയുടെയും പേര്, അഭിഷേക് ജയദീപ് നന്ദനയുടെയും ശ്രീതുവിൻ്റെയും പേര്, നോറ ജയദീപിൻ്റെയും നന്ദനയുടെയും പേര്, നന്ദന ശ്രീതുവിൻ്റെയും ജിൻഡോയുടെയും പേര്, ശ്രീരേഖ ശ്രീതുവിൻ്റെയും നോറയുടെയും പേര്, അൻസിബ ശ്രീതുവിൻ്റെയും നന്ദനയുടെയും പേര്, ശ്രീതു നോറയുടെയും അർജുൻ്റെയും പേര്, ജാസ്മിൻ ഗബ്രിയുടെയും ശ്രുതിയുടെയും പേരാണ് ശ്രീതുവിൻ്റെയും പേരാണ് പറയുന്നത്. അപ്പോൾ ശ്രീതുവിൻ്റെ പേരെല്ലാവരും പറയാൻ കാരണം ആക്റ്റീവ് ആണെന്നാണ്. ജിൻഡോയുടെ പേരെല്ലാവരും പറയാൻ കാരണം ഒരു വീക്കുള്ള ജിൻഡോ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ആവട്ടെ എന്നുള്ള ഒരു മൈൻഡിലാണ്. നന്ദനയുടെ പേരെല്ലാവരും പറയാൻ കാരണം നന്ദനയ്ക്ക് ആവണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ നന്ദന, ശ്രീതു, ജിൻഡോ ഇവർ 3 പേരാണ് ക്യാപ്റ്റൻസി നോമിനേഷനിൽ സെലക്ട് ആവുന്നത്. അതിനുശേഷം പവർ ടീം മീറ്റിംഗ് വെക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ നോറയും ജാസ്മിനും വരുന്നില്ല, ഞാൻ വരില്ല, അവൻ എന്നെ അങ്ങനെ വിളിച്ചു, ഇവൻ എന്നെ ഇങ്ങനെ പറയുന്ന പവർ ടീം വിളിക്കുന്ന മീറ്റിങ്ങിന് ഞാൻ എന്തിനാണ് പോകുന്നത്, ഞാൻ വരില്ല. അപ്പോൾ പൂജ പറയണം ഞാൻ ജാസ്മിൻ്റെ അടുത്ത് ശിക്ഷ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ശിക്ഷ കൊടുക്കണ്ട, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം എന്നുള്ള ലെവലിലാണ് ജാസ്മിൻ നിൽക്കുന്നത്. അപ്പോൾ ലാലേട്ടനോട് പറഞ്ഞ് ക്ലിയർ ആക്കാനായിരിക്കും എന്തോ ആവട്ടെ. അപ്പോൾ ഗബ്രി പിന്നീട് പറയാണ് ഞാൻ ഒരു മോശമായിട്ടുള്ള ഒരു വേർഡ് യൂസ് ചെയ്തു, പക്ഷേ ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, എല്ലാവർക്കും സോറി എന്ന് പറഞ്ഞ് ഗബ്രി തന്നെ ഭാഗം ക്ലിയർ ആക്കുന്നു. പക്ഷേ ഗബ്രിക്ക് കൊണ്ട് നെഗറ്റീവ്. അതിനുശേഷം പൂജയുടെ സ്റ്റോറി ജീവിതകഥ പറയുന്നു. പിന്നീട് അഭിഷേക് ജയദീപും നന്ദനയോടുള്ളൊരു വഴക്കാണ്. ജയദീപ് പറഞ്ഞത് നീ പറഞ്ഞ കാര്യം കരയരുത്, ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നീ കരയുമെന്ന് നീ പറഞ്ഞു, ബാത്റൂമിൽ പോയി ഒളിച്ചിരുന്ന് കരയും, അല്ലെങ്കിൽ അവിടെ പോയിരുന്ന് കരഞ്ഞു എന്ന് നീ പറഞ്ഞു, എന്താ കരയുന്ന അത്ര മോശമായിട്ടുള്ള കാര്യമാണോ? അപ്പോൾ നന്ദന പറയാണ് പതുക്കെ സംസാരിക്കും, ഞാൻ പതുക്കെ തന്നെയായിട്ട് സംസാരിക്കുന്നത്, എനിക്കിതുപോലുള്ള ലോക്കൽസിൻ്റെ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് നന്ദന പറയുന്നു. ലോക്കലോ, ആരാടി ലോക്കലെ എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാവുകയാണ്. അപ്പം രണ്ടുപേരുടെ നീ വാടി ലോക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാനായിട്ട് രണ്ടുപേരുടെ അങ്ങോട്ട് പോകുന്നു. നീ തറയാടി തറ, ലോക്കൽ എന്നാണ് എന്നെ വിളിക്കുന്നു. എടി ആണുങ്ങളായി കഴിഞ്ഞാൽ താടി ഉണ്ടാവണമെന്ന് അഭിഷേക് ശ്രീകുമാറിലെ പറഞ്ഞുകൊണ്ട് നടക്കാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? അടിച്ച് എന്നിട്ട് ഇപ്പം വീണ്ടും നന്ദന ഓരോന്ന് പറഞ്ഞു തരണേ, അടിച്ചതിൻ്റെ അണപ്പല് ഞാൻ തെറപ്പിക്കും കേട്ടല്ലോ, നിന്റെ മറ്റവനെ നീ പോയി വിളിക്ക്, നീ ഈ ലോക്കൽ എന്നൊക്കെ നിന്റെ വീട്ടിൽ പോയി വിളിക്കടി. അവൻ വീട്ടിലോ, എൻ്റെ വീട്ടുകാരെ വിളിച്ചോ, അങ്ങനെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നന്ദന ചാടി എൻ്റെ വീട്ടുകാരെ വിളിച്ചാണല്ലോ, പറഞ്ഞു ഇനിയും പറയും ഇവിടെ വിളിച്ചാണ് പോകണമെന്ന്. സിബിനെ ഒരു വിധത്തിൽ വിളിച്ചോണം, ഇറങ്ങി പൊടി ഇവിടെ നിന്ന്. നന്ദന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബട്ട കൊടുത്ത് വലിയ ബട്ട അഭിഷേക് ജയദേവിനെ ഒന്ന് വാങ്ങിച്ചു. മിണ്ടാതിരുന്ന ജയദീപിനെ മണ്ടാക്കി കയറാൻ പോയി നന്ദന വലിയ വടയെ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി നിന്നു. അവസാനം മിണ്ടാതിരി ജയദീപ് എന്ന് സിബി പറഞ്ഞിട്ടുള്ള, ഇല്ല ഞാൻ മിണ്ടായിരിക്കില്ല, ഇവിടെ ഇങ്ങോട്ടൊന്ന് വാങ്ങിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായത്തിലാണ് ഈ പറയുന്ന അഭിഷേക് ജയദീപ് എന്ന്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പം ഇന്നത്തെ റിവ്യൂ ഇതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബിഗ് ബോസ് കാണുന്ന ഫ്രണ്ട്സിന് ചാനൽ ഷെയർ ചെയ്ത് കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ എൻ്റെ എക്സാംസ് എല്ലാം കഴിഞ്ഞു. അപ്പം ഇനി ഞാൻ പഴയതുപോലെ തന്നെ ആക്റ്റീവ് ആയിരിക്കും. 1-2 ദിവസം ചില അത്യാവശ്യ കേസസ് ഉണ്ട്, അത് ഞാൻ പറയാം. അതല്ലാതെ ബാക്കി ഞാൻ പഴയതുപോലെ തന്നെ ആക്റ്റീവ് ആയിരിക്കും. ലൈവ് അപ്ഡേറ്റ്, എവിക്ഷൻ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നാളെ രാവിലെ നമുക്ക് വരാൻ ഞാൻ നാളെ ആരാണ് എവിക്റ്റ് ആവാൻ പോകുന്നതെന്ന് നമുക്ക് ഇപ്പോൾ ഒരു ഐഡിയ എല്ലാം നിൽക്കുന്നതായാലും ജാൻമണിയും ശരണ്യാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജാൻമണി എന്തായാലും ഉണ്ടാവും, ഒരു ഡബിൾ എവിക്ഷൻ നമുക്ക് നാളെ പ്രതീക്ഷിക്കാം. അപ്പോൾ നാളെ രാവിലെ ഞാൻ അപ്ഡേറ്റുമായിട്ട് വരാം. എവിക്ഷൻ്റെ അപ്ഡേറ്റ് ആരൊക്കെ ഔട്ടാവും, അല്ലെങ്കിൽ പ്രൊമോ വരട്ടെ, ഷൂട്ടിംഗ് വരട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും
ബൈ ആൻഡ് ടേക്ക് കെയർ.